കുവൈറ്റിൽ സന്ദർശനത്തിനെത്തിയ സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ മാർ റാഫേൽ തട്ടിൽ പിതാവിന് കുവൈറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഉജ്ജ്വല സ്വീകരണം. അപ്പസ്തോലിക് വികാരിയത്ത് ഓഫ് നോർത്തേൺ അറേബ്യയുടെ വികാർ ബിഷപ്പ് ആൽദോ ബറാർഡി, അബ്ബാസിയ ഇടവക വികാരിയും പിതാവിന്റെ സന്ദർശനത്തിന്റെ ജനറൽ കോർഡിനേറ്ററുമായ ഫാദർ സോജൻ പോൾ, അഹമ്മദി സീറോ മലബാർ ഇടവക ഇൻചാർജ് ഫാദർ ജിജോ തോമസ്, അപ്പസ്തോലിക് വികാരിയത്ത് ഓഫ് നോർത്തേൺ അറേബ്യ ചാൻസലർ ഫാദർ ആന്റണി ലോപ്പസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് മേജർ ആർച്ച് ബിഷപ്പിനെ സ്വീകരിച്ചത്. അപ്പസ്തോലിക് വികാരിയത്ത് ഓഫ് നോർത്തേൺ അറേബ്യയുടെ ബിഷപ്പ് ആൽഡോ ബറാർഡിയുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് മാർ റാഫേൽ തട്ടിൽ കുവൈറ്റിൽ 2 ദിവസത്തെ സന്ദർശനത്തിന് എത്തിയത്. കുവൈറ്റ് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരി, പാല, കാഞ്ഞിരപ്പള്ളി, എറണാകുളം, കോതമംഗലം, ഇടുക്കി, ഇരിഞ്ഞാലക്കുട, തൃശൂർ, പാലക്കാട്, തലശ്ശേരി, താമരശ്ശേരി, മാനന്തവാടി എന്നീ രൂപതകളിൽ നിന്നുള്ള പ്രവാസി കൂട്ടായ്മകൾ പ്രത്യേകമായി പിതാവിന് ബൊക്കെ നൽകി സ്വീകരിച്ചു. കുവൈറ്റ് കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികളായ പോൾ ചാക്കോ പായിക്കാട്ട്, മാത്യു ജോസ് ചെമ്പേത്തിൽ വാട്ടപ്പിള്ളി, റോയി ജോൺ പൂവത്തിങ്കൽ, വിനോയ് വിൽസൺ, ജേക്കബ് ആന്റണി വലിയവീടൻ, അജു തോമസ് കുറ്റിക്കൽ, മാർട്ടിൻ ജോസ് കാഞ്ഞൂക്കാരൻ, ആന്റണി തറയിൽ, സജി ആന്റണി മൂലൻ കറുകുറ്റിക്കാരൻ, തോമസ് സെബാസ്റ്റ്യൻ കാനാവള്ളി എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്വീകരണ പരിപാടികൾ എയർപോർട്ടിൽ ഒരുക്കിയത്. ചൊവ്വാഴ്ച അഹമ്മദി ദേവാലയത്തിൽ പിതാവിന്റെ പ്രധാന കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പിച്ചു. ബുധനാഴ്ച സിറ്റി കോ കത്തീഡ്രൽ ദേവാലയത്തിൽ ദിവ്യബലിയും ഉണ്ടായിരിക്കും. ബുധനാഴ്ച കുവൈറ്റ് വത്തിക്കാൻ എംബസിയിലെത്തി വത്തിക്കാൻ അംബാസിഡർ ന്യൂൻഷിയോ ആർച്ച് ബിഷപ്പ് യൂജിൻ മാർട്ടിൻ ന്യൂജന്റുമായി ചർച്ചകൾ നടത്തും. വ്യാഴാഴ്ച കുവൈറ്റിൽ നിന്ന് അദ്ദേഹം ബഹ്റൈനിലേക്ക് യാത്ര തിരിക്കും. തട്ടിൽ പിതാവിന് ഒപ്പം സെക്രട്ടറി ഫാദർ മാത്യു തുരുത്തിപ്പള്ളി, സീറോ മലബാർ മൈഗ്രേൻസ് കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഫ്രാൻസിസ് ഇലവുത്തിങ്കൽ എന്നിവരും അനുഗമിക്കുന്നുണ്ട്.